ഗുഡ് മോർണിംഗ്. ഹൈപ്പർബോളയുടെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. ഈ ചാപ്റ്റർ ഇന്ന് തീരും. ഹൈപ്പർബോളയുടെ പ്രോബ്ലംസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കസ് 40 കറസ്പോണ്ടിങ് ഡയറക്ട്രിക്സ് x ഈക്വൽ ടു 2. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ടാണ്. ഫോക്കസും ഡയറക്ട്രിക്സും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? AE0 അല്ലെ? അപ്പൊ AE0 40 ആണ് എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഓ മൈനസ് AE0 ആണ്. ഇവിടെ നമുക്ക് ഫോസൈ എല്ലാം ഒരു സിംഗിൾ ഫോക്കസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് AE0 എന്ന് എടുക്കാം. സോ AE0 ഈക്വൽ ടു 40 വിച്ച് ഇംപ്ലൈസ് AE ഈക്വൽ ടു 4. പിന്നെ തന്നിരിക്കുന്നത് ഡയറക്ട്രിക്സ് x ഈക്വൽ ടു 2. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു A/E എന്നാണ്. ഈ x ഈക്വൽ ടു A/E ആണ് എന്തിനോട് ഈക്വൽ? x ഈക്വൽ ടു 2വിനോട് ഈക്വൽ. സോ A/E ഈക്വൽ ടു 2. A ഇൻറ്റു ഇയും തന്നിട്ടുണ്ട്, A/E തന്നിട്ടുണ്ട്. ഇക്വേഷൻ 1, 2 എന്ന് മാർക്ക് ചെയ്താൽ ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്താൽ എന്ത് കിട്ടും? AE ഇൻറ്റു A/E which gives A square. So A square equal to 8. അപ്പൊ അതിൽ നിന്ന് നമുക്ക് A സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. ഇനി B സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? B സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ ഇൻറ്റു E സ്ക്വയർ മൈനസ് 1. ഹൈപ്പർബോളയിലെ ഈ ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു അപ്പൊ നമുക്ക് ഇയും കൂടി കിട്ടിയാലാണ് ഈ സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? A സ്ക്വയർ ഈക്വൽ ടു 8. സോ A ഈക്വൽ ടു √8 വിച്ച് ഇസ് 2√2. A into E is equal to 4. അപ്പൊ അതിന് എക്ക് 2√2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ E ഈക്വൽ ടു 4/2√2 ഈക്വൽ ടു √2. ഓക്കെ. സോ B സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ ഇൻറ്റു E സ്ക്വയർ മൈനസ് 1. A സ്ക്വയറിന്റെ വാല്യൂ 8 ഇൻറ്റു E is √2. സോ E സ്ക്വയർ ഇസ് 2 മൈനസ് 1. 8 ഇൻറ്റു 2 മൈനസ് 1 ഈക്വൽ ടു 8. അപ്പൊ ഇവിടെ A സ്ക്വയറും B സ്ക്വയറും ഈക്വൽ ആണ്. റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ്. ഇക്വേഷൻ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 8 മൈനസ് വൈ സ്ക്വയർ ബൈ 8. എ സ്ക്വയറും ബി സ്ക്വയറും രണ്ടും 8 ആണ്, ഈക്വൽ ടു 1. ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8. ഇനി അടുത്ത പ്രോബ്ലം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 1. ഫോക്കസ് 1, 2. എസെൻട്രിസിറ്റി √3. ഇത്രയും തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ശ്രദ്ധിച്ചോ? നേരത്തെ പ്രോബ്ലത്തിലൊക്കെ AE0 ആയിരുന്നു ഫോക്കസ്. അതായത് ആക്സിസിൽ നമ്മുടെ എക്സ് ആക്സിസ് തന്നെയായിരുന്നു അവിടെ മേജർ ആക്സിസ് അല്ലെങ്കിൽ ഫോക്കൽ ആക്സിസ് ആയിട്ട് വന്നിരുന്നത് എക്സ് ആക്സിസ് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് AE0 എന്നുള്ള ഇക്വേഷൻ എടുക്കാൻ പറ്റി. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വേറൊരു പ്രോബ്ലത്തിൽ 0AE ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴും വൈ ആക്സിസ് ആയിരുന്നു ഫോക്കൽ ആക്സിസ്. എക്സ് ആക്സിസോ വൈ ആക്സിസോ ഫോക്കൽ ആക്സിസ് വരുന്ന ടൈപ്പ് ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. ഇവിടെ പക്ഷെ ഫോക്കസ് എവിടെയാണ്? 1, 2 എന്നുള്ള പോയിന്റിലാണ് അല്ലെ? അപ്പൊ ഇത് ആക്സിസിൽ അല്ല ഫോക്കസ് വരുന്നത്. സെന്റർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എലിപ്സ് ആയിരിക്കാനാണ് സാധ്യത. ഈ ഫോക്കസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വേറെ വലിയ ഡിഫറൻസുകളൊന്നുമില്ല. പക്ഷേ ഇക്വേഷന് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഫോമിൽ ആയിരിക്കില്ല ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ. പക്ഷെ ഇതിന്റെ അപ്രോച്ചിന് വേറെ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഹൈപ്പർബോള ആവുമ്പോൾ എലിപ്സ് ആണെങ്കിലും ഹൈപ്പർബോള ആണെങ്കിലും നമുക്ക് എന്താ കണ്ടീഷൻ ഉള്ളത്? PF ഈക്വൽ ടു EPD. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? അപ്പോൾ ആർബിട്രറി പോയിന്റ് PXY ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ PF എന്താ വരിക? ഫോക്കസ് എന്ന് പറയുന്നത് 1, 2 എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വിച്ച് ഇസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതാണ് PF. PDയോ? PD എന്ന് പറഞ്ഞാൽ P എന്നുള്ള പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ ആക്കണം. ഓക്കെ. AX പ്ലസ് BY പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോം എന്ന് പറഞ്ഞാൽ 2x പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് XY എന്നുള്ള പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മോഡുലസ് ഓഫ് 2x പ്ലസ് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ 4 പ്ലസ് വൈയുടെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ 1. ഇതാണ് PD. അതായത് √5 എന്ന് വരും.
ഇനി നമുക്ക് പി എഫ് ഈക്വൽ ടു ഇ പി ഡി എന്നുള്ള ഇക്വേഷനിൽ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുകയും ചെയ്യാം. രണ്ട് സൈഡിലും പി എഫ് ഈക്വൽ ടു ഇ പി ഡി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയും കൂടി ചെയ്താൽ എന്ത് കിട്ടും? ഈ റൂട്ട് പോയിട്ട് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് y മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു ഇയുടെ വാല്യൂ √3. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3 ഇൻറ്റു 2x പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ, അത് 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു y, അതായത് 4xy പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു മൈനസ് 1, അപ്പൊ മൈനസ് 4x. അതുപോലെ ലാസ്റ്റ് ടേം എന്ത് വരും? മൈനസ് 4y ഡിവൈഡഡ് ബൈ √5ന്റെ സ്ക്വയർ 5. ആ ഡിവൈഡഡ് ബൈ 5 എന്നുള്ളതിനെ എനിക്ക് ഇപ്പുറത്തേക്ക് എടുത്തൂടെ? അപ്പൊ ഇത് എന്താവും? 5 ഇൻറ്റു എന്നായി മാറും. ഓക്കെ, ഇനി നമുക്ക് ടേംസ് സിംപ്ലിഫൈ ചെയ്യാം. 5x സ്ക്വയർ മൈനസ് 12x സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അവിടെ നെഗറ്റീവ് വരും അല്ലെ? അതുകൊണ്ട് നമുക്ക് എല്ലാ ടേംസും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എടുത്തത് എന്ന് വിചാരിക്കാം. ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് പിന്നെ ഒരു മൈനസ് സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാ ടേംസിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എടുക്കുന്നത്. ഇവിടെ 12x സ്ക്വയർ മൈനസ് 5x സ്ക്വയർ, 12x സ്ക്വയർ മൈനസ് 5x സ്ക്വയർ ഇസ് 7x സ്ക്വയർ. എക്സ് വൈയുടെ ടേം ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ അല്ലെ? ഇവിടെ ഇല്ല. അപ്പൊ എക്സ് വൈയുടെ ടേം എന്താ വരുന്നത്? പ്ലസ് 12xy. ദെൻ ഇവിടെ 3y സ്ക്വയർ, ഇവിടെ 5y സ്ക്വയർ അല്ലെ? സോ 3y സ്ക്വയർ മൈനസ് 5y സ്ക്വയർ gives 2y സ്ക്വയർ. Then here we have minus 12x and here we have minus 10x. So minus 12x plus 10x gives me plus 2x. Here we have minus 12y and here we have minus 20y. So minus 12y plus 20y gives me plus 8y. Sorry, ഇവിടെ 4y അല്ലല്ലോ, 2 ഇൻറ്റു y ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ മൈനസ് 2y അല്ലേ വരുന്നത്? സോ ഇവിടെ എത്രയാ വരുന്നത്? മൈനസ് 6y പ്ലസ് 20y. മൈനസ് 6y പ്ലസ് 20y വരുമ്പോൾ പ്ലസ് 14y. ഓക്കെ, 14y. പിന്നെ ഏതാണ് കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 പ്ലസ് 4 5, 25 ഇങ്ങോട്ട് വരുന്നു. സോ ഓക്കെ, ഇവിടെ 3, ഇവിടെ 25 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 25 ആവും. സോ മൈനസ് 22 ഈക്വൽ ടു 0. ഓക്കെ, സോ 7x സ്ക്വയർ പ്ലസ് 12xy മൈനസ് 2y സ്ക്വയർ പ്ലസ് 2x പ്ലസ് 14y മൈനസ് 22 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇപ്പൊ നമ്മൾ ചെയ്തത് ഫോക്കസും വെർട്ടെക്സും അല്ലെങ്കിൽ ഫോക്കസും ഡയറക്ട്രിക്സും കൂടെ എസെൻട്രിസിറ്റി തന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൽ നിന്ന് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി തിരിച്ച് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തരും, അതിൽ നിന്ന് എസെൻട്രിസിറ്റി, സെന്റർ, ഫോക്കസ്, ഡയറക്ട്രിക്സ്, ആക്സിസ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത് 9x സ്ക്വയർ മൈനസ് 16y സ്ക്വയർ ഈക്വൽ ടു 144. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനോട് കമ്പാരബിൾ ആയതുകൊണ്ട് സെന്റർ 0 0 തന്നെയാണ്. അപ്പൊ സെന്റർ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. എസെൻട്രിസിറ്റി, ഫോക്കസ്, ഡയറക്ട്രിക്സ്, ഹൈപ്പർബോള ആയതുകൊണ്ട് അസിംപ്റ്റോട്സ് ഉണ്ട്, അസിംപ്റ്റോട്സ് അതെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ത്രൂ ഔട്ട് 144 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് y സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 144. ഇതിൽ നിന്ന് a ഈക്വൽ ടു a സ്ക്വയർ ഈക്വൽ ടു 16, സോ a ഈക്വൽ ടു 4. അതുപോലെ b സ്ക്വയർ ഈക്വൽ ടു 9, സോ b ഈക്വൽ ടു 3. ഓക്കെ, ഇനി എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c ബൈ a. ഹൈപ്പർബോളയുടെ കേസിൽ c എന്താണ്? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ബൈ a ഈക്വൽ ടു റൂട്ട് ഓഫ് 16 plus 9 by a യുടെ വാല്യൂ 4. Root 25 is 5, so this is 5 by 4.
ഹൈപ്പർബോള ആകുമ്പോൾ എസെൻട്രിസിറ്റി എപ്പോഴും നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും കിട്ടുക കേട്ടോ. എസെൻട്രിസിറ്റി കിട്ടി 5/4. ഇനി ഏത് വേണം? ഫോക്കസുകൾ കണ്ടുപിടിക്കണം. ഫോസൈ ഈക്വൽ ടു, ഇവിടെ എ തന്നെയാണ് വലുത് അല്ലെ, x² - y² - ടൈപ്പ് ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഫോക്കസ് ± AE0 ഈക്വൽ ടു ± എയുടെ വാല്യൂ 4, ഇയുടെ വാല്യൂ 5/4. 0 equal to 4 gets cancelled, so ±5 0. So focus ഏതൊക്കെയാണ്? 5 0യും -5 0യും. ഫോക്കസ് ആയി. ഇനി വെർട്ടിസസ്. വെർട്ടിസസ് ഏതാണ്? ±A0. എയുടെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ വെർട്ടെക്സുകൾ 4 0യും -4 0യും. പിന്നെ ഹൈപ്പർബോളയ്ക്ക് ഉള്ളതാണ് എന്ത്? അസിംപ്റ്റോട്ട്സ്. ഏതൊക്കെയാണ് വേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ, ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അസിംപ്റ്റോട്ട്സിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു ±b/ax implies y ഈക്വൽ ടു ± ബിയുടെ വാല്യൂ എത്രയാണ്? 3 ബൈ എയുടെ വാല്യൂ 4, 3/4x. y ഈക്വൽ ടു ± 3/4x എന്ന് എഴുതിയാൽ മതി. അസിംപ്റ്റോട്ട്സിന്റെ ഇക്വേഷൻ കറക്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4y ± 3x ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ലീനിയർ ഇക്വേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 4y ± 3x ഈക്വൽ ടു 0 ആക്കി എഴുതാം. അസിംപ്റ്റോട്ട്സ് ആയി. പിന്നെ ഏതാ ഉള്ളത്? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? x ഈക്വൽ ടു ± a/e. ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ വരുന്നത്. സോ x ഈക്വൽ ടു ± എയുടെ വാല്യൂ 4 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ 5/4x. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 5/4 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4/5 ആവും. സോ വാട്ട് വി ഗെറ്റ് ഇസ് 5x ഈക്വൽ ടു ± ഇവിടെ x ഇല്ല കേട്ടോ, 5x ഈക്വൽ ടു ± 16. ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 5x ± 16 ഈക്വൽ ടു 0 എന്നും എഴുതാം. ഏത് ഫോമിൽ എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കിട്ടി അല്ലേ? ഫോക്കസ്, എസെൻട്രിസിറ്റി, ഫോക്കസ്, വെർട്ടെക്സ്, അസിംപ്റ്റോട്ട്സ്, ഡയറക്ട്രിസസ്, ഇതെല്ലാം കിട്ടി. ഇത് ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ടുള്ള ഒരു ഹൈപ്പർബോള ആയിരുന്നു. ഇനി നമുക്ക് ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആയിട്ടുള്ള ഹൈപ്പർബോള നോക്കാം. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം. 8y² - 2x² ഈക്വൽ ടു 16. ഇവിടെ x² കോഎഫിഷ്യന്റ് ആണ് നെഗറ്റീവ് അല്ലെ. അപ്പൊ ഈ ഹൈപ്പർബോളയ്ക്ക് ഫോക്കൽ ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് ± AE0 എന്നുള്ള ഫോക്കസ് ഏതായിട്ട് മാറും? 0 ± AE ആവും. അതുപോലെ തന്നെ വെർട്ടിസസ് 0 ± A ആവും. എസെൻട്രിസിറ്റിയുടെ വാല്യൂവിൽ ഡിഫറൻസ് വരില്ല. അസിംപ്റ്റോട്ട് എന്താവും? y ഈക്വൽ ടു ± b/ax എന്നുള്ള സ്ഥാനത്ത് x ഈക്വൽ ടു ± a/by എന്നായി മാറും. പിന്നെ ഏതാണ് ഡയറക്ട്രിക്സ്? ഡയറക്ട്രിക്സ് നമുക്ക് x ഈക്വൽ ടു ± a/e എന്നുള്ളത് y ഈക്വൽ ടു ± a/e, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പൊ ഇതിനെ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ത്രൂ ഔട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y²/2 - x²/8 ഈക്വൽ ടു 1. ഈ ഫോമില് y² ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ a² എന്ന് പറയുന്നത്. സോ a² ഈക്വൽ ടു 2, a ഈക്വൽ ടു √2 and b² equal to 8. So b equal to √8 which is 2√2. എയും ബിയും കിട്ടി. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസെൻട്രിസിറ്റി E. എസെൻട്രിസിറ്റി is equal to √a² + b² by a equal to √a² വാല്യൂ 2 plus b² is 8 divided by a is √2. √2 plus √8 എന്ന് പറഞ്ഞാൽ √10 അല്ലെ. √10/√2. √10 എന്ന് പറഞ്ഞാൽ √2 × √5 ആണ്. So √2 × √5/√2. √2 gets cancelled. So this is equal to √5. എസെൻട്രിസിറ്റി കിട്ടി √5 which is greater than 1. എപ്പോഴും അതൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതാണ്. എസെൻട്രിസിറ്റി കിട്ടിയിട്ടുണ്ട് √5 ആണ്. ഇനി ഏത് വേണം? ഇനി ഫോക്കസ്. ഇവിടെ
ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണ്. അപ്പൊ ഫോക്കസ് എന്താ വരിക? 0 പ്ലസ് ഓർ മൈനസ് എ ഇ എന്നാണ് വരിക. ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് എയുടെ വാല്യൂ √2 ഇൻറ്റു ഇയുടെ വാല്യൂ √5. സോ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് √10. ഇതാണ് ഫോക്കസ് വരിക. വേർട്ടിസസ്, വേർട്ടിസസും ഏത് ആക്സിസിലാണ്? y ആക്സിസിലാണ്. സോ 0 പ്ലസ് ഓർ മൈനസ് എ എന്നാണ് അവിടെ വരിക. സോ 0 പ്ലസ് ഓർ മൈനസ് എയുടെ വാല്യൂ √2. അപ്പൊ ഫോക്കസ് കിട്ടി, വെർട്ടെക്സ് കിട്ടി. ഇനി അടുത്തത് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാം അല്ലെ. അസിംപ്റ്റോട്ട്സിന്റെ ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a by bx. b by ax ന് പകരം a by b എന്നായി. So this implies y equal to plus or minus a യുടെ വാല്യൂ √2 divided by b യുടെ വാല്യൂ 2√2x. That is √2 gets cancelled. So 2y equal to plus or minus x. ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2y plus or minus x equal to 0. ഈ പ്ലസ് ഓർ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓർ പ്ലസ് ആവും. അത് ഏത് ഓർഡറിൽ എഴുതിയാലും ഒരുപോലെ അല്ലേ? So 2y plus or minus x equal to 0. ഇത് അസിംപ്റ്റോട്ട്സിന്റെ ഇക്വേഷൻ. ഇനി ഏത് വേണം? ഇനി ഡയറക്ട്രിക്സ് വേണം. ഡയറക്ട്രിക്സ് x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a by e ആണ് എക്സ് ആക്സിസ് ഫോക്കൽ ആക്സിസ് ആയിട്ട് വരുന്ന ഹൈപ്പർബോളയ്ക്ക് വരുന്നത്. ഇവിടെ y ആക്സിസ് ആണ് ഫോക്കൽ ആക്സിസ് എന്നുള്ളതുകൊണ്ട് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a by e എന്ന് വരും. അതായത് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a is √2 and e is √5. ഓക്കെ, ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? √5y പ്ലസ് ഓർ മൈനസ് √2 ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇപ്പൊ ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് വരുന്ന ടൈപ്പ് ചെയ്തു, ഫോക്കൽ ആക്സിസ് y ആക്സിസ് വരുന്ന ടൈപ്പും ചെയ്തു. ഇനി എങ്ങനെയായിരിക്കും? ഇനി നമ്മൾ സെന്റർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ്, അതായത് ആക്സിസ് എക്സ് ആക്സിസോ y ആക്സിസോ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ആ കേസിൽ സെന്ററും ഡിഫറെന്റ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഹൈപ്പർബോള. അപ്പൊ അത് നമ്മുടെ x² by a² മൈനസ് y² by b² ഈക്വൽ ടു 1 ഫോമില് ആയിരിക്കില്ല. ഏത് ഫോമിലായിരിക്കും വരിക? x മൈനസ് h ഹോൾ സ്ക്വയർ ബൈ a² പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ ബൈ b² ഈക്വൽ ടു 1 എന്നുള്ള ഒരു ടൈപ്പിലേക്കായിരിക്കും മാറുന്നത്. അപ്പൊ നമുക്ക് അവിടെ എയും ബിയും എച്ചും കെയും കൂടി കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റിന്റെ കൂടെ എപ്പോഴും എച്ച് ആഡ് ചെയ്യണം, y കോർഡിനേറ്റിന്റെ കൂടെ എപ്പോഴും കെ ആഡ് ചെയ്യണം. നമ്മൾ ഫോക്കസും വെർട്ടെക്സും എല്ലാം കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ എക്സിനെ എക്സ് മൈനസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും, വൈനെ y മൈനസ് കെ വെച്ചും റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടി വരിക. ആദ്യം ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്? പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലേക്ക് കംപ്ലീഷൻ ഓഫ് സ്ക്വയർസ് എന്നുള്ള മെത്തേഡാണ് അപ്ലൈ ചെയ്യാറ് അല്ലേ. നമുക്ക് പ്രോബ്ലം ചെയ്യാം, അപ്പൊ അത് കൂടുതൽ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ 9x² minus 16y² plus 18x plus 32y minus 151 equal to 0. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ എനിക്ക് സാധാരണ വ്യത്യാസമായിട്ട് സെന്ററും കൂടി കണ്ടുപിടിക്കാനുണ്ട്. സെന്റർ, എസെൻട്രിസിറ്റി, ഫോക്കസ്, വേർട്ടിസസ്, അസിംപ്റ്റോട്ട്സ്. അസിംപ്റ്റോട്ട്സ് ഈ കേസിൽ നിങ്ങൾക്ക് വേണ്ടി വരില്ല. അസിംപ്റ്റോട്ട്സ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a by bx അല്ലെങ്കിൽ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് b by ax. ഈ രണ്ട് ഫോമിലുള്ള കേസിൽ മാത്രമേ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാറുള്ളൂ. പക്ഷേ ഡയറക്ട്രിക്സ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടി വരും. അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വൈക്ക് പകരം y മൈനസ് കെ, എക്സിന് പകരം x മൈനസ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വേറെ ചേഞ്ച് ഒന്നും അവിടെയും വരുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല എന്ന് മാത്രം. ഇൻ കേസ് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം എക്സിന്റെ ടേംസ് കളക്ട് ചെയ്യാം അല്ലെ. ഇവിടെ 9x² 18x. അപ്പൊ എനിക്കൊരു 9 കോമൺ ഫാക്ടർ എടുത്താൽ x² പ്ലസ് 2x വരും. ഈ x² പ്ലസ് 2x പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എനിക്ക് +1 ചെയ്യണം. അപ്പൊ ഞാൻ +1 ചെയ്തു. ഓക്കെ, ഇനി y² 32y ആണ് കേട്ടോ. y² y² മൈനസ് 16y² ഇവിടെ പ്ലസ് 32y. അപ്പൊ ഇവിടെ ഒരു -16 കോമൺ ഫാക്ടർ ആണ് ഇൻറ്റു y² മൈനസ് 2y. y² മൈനസ് 2y പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിലും
+1 ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഒരു +9 ആണ് ചെയ്തിരിക്കുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ -9. ഇവിടെ +1 ചെയ്യുമ്പോൾ ഇൻ ഇഫക്റ്റ് ഞാൻ -16 ആണ് ചെയ്തേക്കുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ +16 -151 = 0. That is 9 into x plus 1 whole square minus 16 into y minus 1 whole square equal to -9 plus 16 minus 151. എനിക്ക് -144 വരും അല്ലെ? ആ -144നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 144 ത്രൂ ഔട്ട് 144 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So what we get is x plus 1 whole square by 16 minus y minus 1 whole square by 9 equal to 1. Okay. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയി. ഇനി ഇതിൽ നിന്ന് എനിക്ക് a, b, h, k ഇതെല്ലാം കണ്ടുപിടിക്കാം. What is a square? A square is equal to 16. So a equal to 4. Similarly, b square equal to 9. So b equal to 3. x minus h whole square എന്നാണ് അല്ലെ? അപ്പൊ എച്ചിന്റെ വാല്യൂ എത്രയാ വരുന്നത്? -1 ആണ്. കാരണം ഇവിടെ x plus 1 എന്നാ കിടക്കുന്നത്. അപ്പൊ x minus h whole square കമ്പയർ ചെയ്യുമ്പോൾ h equal to -1. Then y minus k whole square കമ്പയർ ചെയ്യുമ്പോൾ k equal to 1. അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. സെന്റർ എന്താണ്? പുതിയ സെന്റർ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ HK ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു -1 1. അപ്പൊ ഇത് -1 1 സെന്റർ ആയിട്ട് വരുന്ന ഒരു ഹൈപ്പർബോളയാണ്. ഇനി ഇതിന്റെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. എസെൻട്രിസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല അല്ലെ? സെന്റർ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും എസെൻട്രിസിറ്റിക്ക് മാറ്റമൊന്നുമില്ല. ഇറ്റ് ഇസ് √(a² + b² by a) which is equal to √(a² is 16 plus b² is 9 by a is 4 equal to 5/4. അപ്പൊ എസെൻട്രിസിറ്റി 5/4 ആണ്. പിന്നെ ഏതാണ്? ഫോക്കസ്. ഫോക്കസിന്റെ ഇക്വേഷൻ ±AE0 എന്നാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ സെന്റർ HK യിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളത് കൊണ്ട് എന്ത് വരും? h ±AE k ±0. Sorry, k +0 which is k. Okay, equal to h ന്റെ വാല്യൂ എത്രയാണ്? -1 ± a is 4 into e is 5/4. Comma, the value of k is 1. Okay, equal to ഇവിടെ 4 രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? So -1 + 5 and 1 which gives me 4 0 and -1 -5 ചെയ്യുമ്പോൾ -6 1. രണ്ട് ഫോക്കസുകൾ ഏതൊക്കെയാണ്? 4 1 ഉം -6 1 ഉം. അത് രണ്ടുമാണ് ഫോക്കസ് വരുന്നത്. ഇനി ഏതാണ്? വെർട്ടിസസ്. അതേതാ വരിക? വെർട്ടെക്സിന്റെ സാധാരണ ഇക്വേഷൻ ±A0 എന്നാണ്. അതിവിടെ എന്താവും? h ± a k +0 എന്നാണ് ആവുക അല്ലെ? സോ ഇറ്റ് ഇസ് ഈക്വൽ ടു h ന്റെ വാല്യൂ -1 ± a is 4 then k is 1 equal to -1 + 4 ചെയ്യുമ്പോൾ എനിക്ക് 3 1 എന്നുള്ള വെർട്ടെക്സ് കിട്ടും. ആൻഡ് -1 -4 ചെയ്യുമ്പോൾ -5 1 എന്നുള്ള വെർട്ടെക്സും കിട്ടും. അപ്പൊ രണ്ട് വെർട്ടിസസ് 3 1 ഉം -5 1 ഉം. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഇവിടെ വരുന്നത് എക്സ് ആക്സിസ് ഫോക്കൽ ആക്സിസ് ആണ് അല്ലെ? അപ്പൊ x equal to ±a/e എന്നാണ് വരുന്നത്. അതിന് പകരം എന്ത് വരും? h ± a/e. That is x equal to h ന്റെ വാല്യൂ -1 ± a is 4 by e യുടെ വാല്യൂ 5/4. That is x equal to -1 ± റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16/5. That is x equal to 5 LCM എടുക്കുമ്പോൾ -5 ± 16 whole divided by 5. That is 5x equal to -5 + 16
ചെയ്താൽ എനിക്ക് 11 വരും. ആൻഡ് 5x ഈക്വൽ ടു -5 - 16 ചെയ്താൽ -21 വരും. Therefore, the directrices are 5x minus 11 equal to 0 and 5x plus 21 equal to 0. Okay. അപ്പോൾ ഇത്രയും ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ രണ്ട് സെക്ഷനിൽ വരാവുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. പരാബോളയിൽ നമ്മൾ സ്കെച്ചിങ് ചെയ്തിരുന്നു അല്ലെ? അതേപോലെ തന്നെ എലിപ്സിലും ഹൈപ്പർബോളയിലും സ്കെച്ച് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതുകൂടി ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പരാബോളയെക്കാളും കുറെ കൂടെ എളുപ്പമാണ് എലിപ്സിന്റെ സ്കെച്ചിങ് വരുന്നത്. ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. സ്കെച്ച് ചെയ്യേണ്ട എലിപ്സിന്റെ ഇക്വേഷൻ 16x² plus 25y² equal to 400. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷനെ ത്രൂ ഔട്ട് 400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തുന്നത്. 16x² plus 25y² ആണ് കേട്ടോ. സോറി, 16x² plus 25y² equal to 400. ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 16 into 25 ആണ് 400 അല്ലെ? സോ x² by 25 plus y² by 16 equal to 1 എന്ന് വരും. ഓക്കെ, ഇത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ്. എലിപ്സ് ആവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് വരുന്നത്. എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യും, വൈ ആക്സിസിനെയും 2 പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ 4 പോയിന്റ്സ് കിട്ടിയാൽ തന്നെ നമുക്ക് എലിപ്സ് എളുപ്പം സ്കെച്ച് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ആദ്യം ഇത് ആക്സിസുകളെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പോയിന്റ്സിലായിരിക്കും? +or-a0 എന്നുള്ള പോയിന്റിലും 0 +or-b എന്നുള്ള പോയിന്റിലും ആയിരിക്കും മീറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ അത് ഏതൊക്കെ പോയിന്റ്സ് ആണ്? +or-5 0യും 0 +or-4. b² is 16, so b equal to 4. ഈ 4 പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ ആ 4 പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എലിപ്സ് സ്കെച്ച് ചെയ്യാം. ഈ ഓൺലൈൻ ബോർഡിൽ വരച്ചാൽ എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, ഞാൻ ശ്രമിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് നമുക്ക് 50 ഇതിലാണ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അതുപോലെ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന അടുത്ത പോയിന്റ് വരുന്നത് -50 ആണ്. അപ്പൊ ഇവിടെ കൂടെയും പാസ് ചെയ്യും അല്ലെ? എലിപ്സിന്റെ 2 പോയിന്റ് കിട്ടി. അതുപോലെ വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് 0,4 എന്നുള്ള പോയിന്റില്. സോ ഇതാണ് ഒരു പോയിന്റ്. അതുപോലെ താഴേക്ക് 0 -4 ഈ പോയിന്റ്. 4 പോയിന്റ്സും കിട്ടി അല്ലെ? ഈ 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ള എലിപ്സ് വരയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതൊരു എലിപ്സ് ആയിട്ട് കണക്കാക്കുക. ഈ ഓൺലൈനിൽ സ്കെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് കർവ് സ്മൂത്ത് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ നോട്ടിൽ വരയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ റിക്വയർഡ് എലിപ്സ്. അപ്പൊ ഇത് 2 വേർട്ടിസസ്, ഇത് 2 കോ വേർട്ടിസസ്. ചിലപ്പോൾ എലിപ്സ് സ്കെച്ച് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ ഫോക്കസ് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ട്രിക്സ് വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും കൂടി അതിന്റെ കൂടെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഫോക്കസ് കണ്ടുപിടിക്കാൻ അറിയാലോ. എസെൻട്രിസിറ്റി ഇ ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ വേണമെങ്കിൽ നമുക്ക് അതുകൂടി ചെയ്യാം. എസെൻട്രിസിറ്റി ഇ ഇസ് ഈക്വൽ ടു, ഇവിടെ എലിപ്സ് ആണ് അല്ലെ? c/a. c/a എന്ന് പറയുന്നത് എന്താ വരിക? √b² - a², sorry, a² - b² by a, which is equal to √25 - 16 by a is 5 equal to 9/5 വരും അല്ലെ? അപ്പൊ 3/5. എസെൻട്രിസിറ്റി 3/5 ആണ്. എസെൻട്രിസിറ്റി ഇ 3/5 ആണെങ്കിൽ ഫോക്കസ് എന്താ വരിക? ഫോക്കസ് എന്ന് പറയുന്നത് AE0 +or- AE0. എയുടെ വാല്യൂ 5, എസെൻട്രിസിറ്റിയുടെ വാല്യൂ 3/5. സോ 3/5 into 5 which gives me 3 അല്ലെ? അപ്പോ ഇതാണ് ഒരു ഫോക്കസ്. 30 ആണ് ഒരു ഫോക്കസ് വരിക. അതുപോലെ തന്നെ -30 ആണ് അടുത്ത ഫോക്കസ് വരിക. അപ്പൊ ഫോക്കസ് കൂടി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിപ്സിന്റെ ഇക്വേഷനിൽ നിന്ന് ഫോക്കസോ ഏത് കണ്ടുപിടിക്കാനും നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫോക്കസ്, വെർട്ടെക്സ്, ഡയറക്ട്രിക്സ് എല്ലാ ഇക്വേഷനും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ആ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് ഫോക്കസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ കർവിൽ അതുകൂടി മാർക്ക് ചെയ്യുകയും ചെയ്യാം. അത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എലിപ്സിന്റെ സ്കെച്ചിങ് സിമ്പിൾ അല്ലേ? ഇതിൽ വേറെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യേണ്ടതില്ലല്ലോ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. x² by a² plus y² by b² equal to 1 ഫോം. എയുടെ വാല്യൂ ആണ് വലുത് എങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എലിപ്സ് ആയിരിക്കും. ബിയുടെ വാല്യൂ ആണ് വലുത് എങ്കിൽ
ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആയിട്ടുള്ള നേരെ തിരിഞ്ഞിട്ടുള്ള ഒരു എലിപ്സ് ആയിരിക്കും. ഈ രണ്ട് ടൈപ്പുമേ വരുള്ളൂ. അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഹൈപ്പർബോളയുടെ സ്കെച്ചിങ്. ഓക്കെ, ടെക്സ്റ്റിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇത് സ്കെച്ച് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഹൈപ്പർബോളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ആക്സിസിനെ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ അല്ലെ. ഫോക്കൽ ആക്സിസ് ഏതാണോ ആ ആക്സിസിനെ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ, മറ്റു ആക്സിസിനെ ടച്ച് ചെയ്യില്ല. ഇവിടെ ഫോക്കൽ ആക്സിസ് ഏതാണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് പോസിറ്റീവ്. അപ്പൊ ഫോക്കൽ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിനെ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ. എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? പ്ലസ് ഓർ മൈനസ് എ 0. അത് കിട്ടാൻ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വൈക്ക് 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വൈക്ക് 0 കൊടുത്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. സോ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് പ്ലസ് ഓർ മൈനസ് 1 0. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാവുന്നത് 1 0 മൈനസ് 1 0 ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പൊ നമ്മൾ ഹൈപ്പർബോള സ്കെച്ച് ചെയ്യാൻ നോക്കിയാൽ അതിന് എത്രത്തോളം സ്പ്രെഡ് വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് രണ്ട് അസിംപ്റ്റോട്ട്സ് വരയ്ക്കാം. അസിംപ്റ്റോട്ട്സിന്റെ ഇക്വേഷൻ എന്താണ്? അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ്. ഇവിടെ എക്സ് ആക്സിസ് ഫോക്കൽ ആക്സിസ് ആയിട്ടുള്ളതാണ്. സോ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ്. ഇവിടെ എയും ബിയും രണ്ടും 1 ആണ് അല്ലെ. സോ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ആണ് അസിംപ്റ്റോട്ട്സ്. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഫിഗർ കാണാലോ അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ സ്കെച്ച് വരിക. ഇത് എക്സ് ഈക്വൽ ടു വൈ, y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ, ഇത് y ഈക്വൽ ടു മൈനസ് എക്സ് എന്നുള്ള ലൈൻ. നമ്മൾ ഹൈപ്പർബോളയുടെ രണ്ട് കസ്പുകൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ അടുത്തേക്ക് ചെല്ലണം, പക്ഷെ അതിനെ മീറ്റ് ചെയ്യരുത്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ ഇവർ നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ള പോലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ആയിട്ട് ഫീൽ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ കർവ് സ്കെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള പരാബോളയുടെ സ്കെച്ചിങ് ആണ്. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 9x square minus 16y square equal to 144 എന്നുള്ള ഹൈപ്പർബോള സ്കെച്ച് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇത് വീണ്ടും എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് ഫോക്കൽ ആക്സിസ് ആയിട്ട് വരുന്ന ഹൈപ്പർബോളയാണ്. എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് ഏത് പോയിന്റ്സിലായിരിക്കും? 4 മൈനസ് 4 എന്നുള്ള രണ്ട് പോയിന്റ്സിലായിരിക്കും മീറ്റ് ചെയ്യുക. ഇന്റർസെക്ട് ചെയ്യേണ്ടത് പ്ലസ് ഓർ മൈനസ് 4 0. ഓക്കെ, എ സ്ക്വയർ ഈക്വൽ ടു 16, ബി സ്ക്വയർ ഈക്വൽ ടു 9. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എ ഈക്വൽ ടു 4ഉം ബി ഈക്വൽ ടു 3യും കിട്ടും. ഈ പോയിന്റ്സ് വേണമെങ്കിൽ നമുക്ക് 4 0 എന്നുള്ള പോയിന്റ് മൈനസ് 4 0 എന്നുള്ള പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് കർവ് സ്കെച്ച് ചെയ്യാം. ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ് വെച്ച് അസിംപ്റ്റോട്ട് കണ്ടുപിടിച്ച് ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനും വരയ്ക്കുക. എന്നിട്ട് ഹൈപ്പർബോളയുടെ കസ്പുകൾ രണ്ടും ഡ്രോ ചെയ്യാം. y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3/4 എക്സ് എന്ന് വരും. അതായത് 4y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3x. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാ വരയ്ക്കുക? y ഈക്വൽ ടു ആദ്യത്തെ ലൈൻ വരയ്ക്കാൻ y ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 0 അല്ലെ. ഇപ്പൊ 0 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള രണ്ട് പോയിന്റ്സ് കൂടി കണ്ടുപിടിക്കും. ഈ രണ്ട് ലൈനും x ഈക്വൽ ടു 0 0 കൂടി പാസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ആക്സിസ് സെന്റർ ആയിട്ടുള്ള ഹൈപ്പർബോളയാണല്ലോ. അപ്പൊ എന്തായാലും അതിൽ കൂടെ തന്നെ പാസ് ചെയ്യുള്ളൂ. പിന്നെ രണ്ട് ആർബിട്രറി പോയിന്റ്സ് കണ്ടുപിടിക്കുക. സേ y ഈക്വൽ ടു ഒരു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത x ഈക്വൽ ടു 4 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ 3 4 കൂടിയും 0 0 കൂടിയും പാസ് ചെയ്യുന്ന ലൈനാണ് ഒരെണ്ണം. മറ്റേ ലൈൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത x ഈക്വൽ ടു മൈനസ് 4 കിട്ടും. ഇപ്പൊ 3 മൈനസ് 4 എന്നുള്ള പോയിന്റിൽ കൂടെ ഒരു ലൈൻ 3 4 കൂടെ, മറ്റേ ലൈൻ 3 മൈനസ് 4 കൂടെ. രണ്ട് ലൈനും ഏതിൽ കൂടി പോകും? 0 0 കൂടി പോകും. ഈ രണ്ട് പോയിന്റ്സ് കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ സ്കെച്ച് ചെയ്യാലോ. അത് സ്കെച്ച് ചെയ്തിട്ട് അതിനെ ടച്ച് ചെയ്യാൻ പോകുന്ന രീതിയിൽ വേണം ഹൈപ്പർബോളയുടെ ആക്സിസ് വരയ്ക്കാൻ. ഇതാണ് നമ്മുടെ ഹൈപ്പർബോള വരുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അസിംപ്റ്റോട്ട്സ് വരയ്ക്കുക. അതായത് 0 0 എന്നുള്ള പോയിന്റിൽ കൂടെയും പിന്നത്തെ പോയിന്റ് നമുക്ക് ഏതാ കിട്ടിയത്?
4y ഈക്വൽ ടു 3x എന്നുള്ളതിന് y ഈക്വൽ ടു ഇതല്ല കേട്ടോ പോയിന്റ്സ്. y ഈക്വൽ ടു 3 കൊടുത്താൽ എനിക്ക് x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ 4 3 ആണ് ഒരു പോയിന്റ് അല്ലെ, ഒരു അസിംപ്റ്റോട്ടിന്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 4 3 ആണ്. 4 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. 4 3 ഇതാണ് 4 3 എന്നുള്ള പോയിന്റ്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നാണ് ഈ ഹൈപ്പർബോളയുടെ ആ കസ്പ് എത്രത്തോളം നമ്മൾ ചരിച്ചു വരയ്ക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നു. അടുത്ത പോയിന്റ് ഇതേപോലെ വരുന്ന -4 3 ആണ്. -4 3 എന്നുള്ള പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിനെ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും എന്ന് തോന്നുന്ന രീതിയിൽ വേണം ഹൈപ്പർബോളയുടെ കർവിങ് എത്ര വേണമെന്ന് തീരുമാനിക്കാൻ. ഈ അസിംപ്റ്റോട്ട്സ് എടുക്കുന്ന എന്തിനാണെന്ന് ക്ലിയർ ആയല്ലോ അല്ലെ. അതായത് നമുക്ക് ഈ രണ്ട് വേർട്ടിസസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പർബോള എനിക്ക് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പൊ ഇത്രയും ചരിച്ചിട്ടാണ് ഇതിൽ വരച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഹൈപ്പർബോള വരച്ചൂടെ, വലിയ ആർക്കായിട്ട് വരയ്ക്കാം. ഇങ്ങനെയൊക്കെ എനിക്ക് ഹൈപ്പർബോളയുടെ ആർക്കുകൾ വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിൽ എത്ര സ്ലാൻഡിങ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി, ആ എത്ര കർവേച്ചർ ഹൈപ്പർബോളയ്ക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിംപ്റ്റോട്ട്സ് വരയ്ക്കുന്നത്. അപ്പൊ ആ അസിംപ്റ്റോട്ട്സ് വരച്ചു കഴിഞ്ഞാൽ അസിംപ്റ്റോട്ട്സിനെ ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യണം. അതായത് ഒരു സ്റ്റേജിന് ശേഷം നമ്മുടെ ഹൈപ്പർബോളയുടെ ആർക്കും അസിംപ്റ്റോട്ടും പാരലൽ ആയിട്ട് തോന്നണം. അത്രയും ചരിവാണ് നമ്മൾ ഹൈപ്പർബോളയുടെ, അത്രയും കർവേച്ചർ ആണ് ഹൈപ്പർബോളയുടെ കസ്പിന് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ അസിംപ്റ്റോട്ട്സ് ആദ്യം വരയ്ക്കുന്നത്. ഇപ്പൊ ഹൈപ്പർബോള സ്കെച്ച് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള ഹൈപ്പർബോളകളായിരുന്നു. നമുക്ക് വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന ഒരു ഹൈപ്പർബോളയും കൂടി നോക്കാം. y² - 3x² ഈക്വൽ ടു 3 ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. y² - 3x² ഈക്വൽ ടു 3 സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയാൽ y² by 3 minus x² by 1 equal to 1 എന്ന് വരും. സോ ഇവിടെ a equal to √3 ആണ്, b equal to 1 ആണ്. ഇപ്പൊ √3യുടെ വാല്യൂ അറിയോ? √3 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.73 വരും അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്താൽ മതി. ഇവിടെ പക്ഷെ ഫോക്കൽ ആക്സിസ് ഏതാ വരിക? y ആക്സിസ് ആണ് ഫോക്കൽ ആക്സിസ് ആയിട്ട് വരിക. അപ്പൊ ഹൈപ്പർബോളയുടെ കസ്പുകൾ ഓപ്പൺ ടുവേർഡ്സ് അപ്പും ഓപ്പൺ ടുവേർഡ്സ് ഡൗണും ആയിരിക്കും. നമുക്ക് നേരത്തെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തുറന്നതിന് പകരം ഇവിടെ മുകളിലേക്കും താഴേക്കും ഓപ്പൺ ആയിട്ടുള്ള ഹൈപ്പർബോളയാണ് വരിക. ഇവിടെ ഇതാണ് നമ്മുടെ ഫൈനൽ കർവ് വരുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ് √3 എന്നുള്ളത് ഫോക്കസ്, അത് രണ്ടും മാർക്ക് ചെയ്തു. പിന്നെ രണ്ട് അസിംപ്റ്റോട്ട്സ് വരച്ചു. ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്നില്ലേ, അതാണ് അസിംപ്റ്റോട്ട്സ്. ആ അസിംപ്റ്റോട്ട്സിനെ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും എന്ന് തോന്നുന്ന രീതിയിൽ ഹൈപ്പർബോളയുടെ രണ്ട് കസ്പുകളും വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അനലിറ്റിക് ജോമെട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇനി അടുത്ത ദിവസം നമ്മൾ പോളാർ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഈ കോണിക് സെക്ഷൻസിന്റെ തന്നെ പോളാർ റെപ്രസെന്റേഷൻസ് ആണ് ആ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.